ഹായ്, ഇതൊക്കെ അമൃതം പൊടിയാണ്. ആദൂന് കിട്ടിയതാണ്. അപ്പോൾ ഒരു 4 പാക്കറ്റ് വറുത്ത് വെക്കട്ടെ. വറുത്ത് വെച്ചാൽ കുട്ടികളെ ഇടയ്ക്ക് എടുത്ത് കഴിക്കും. അപ്പോൾ വറുക്കാം. 4 പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുക്കാൻ. ചെറിയ തീയിലിട്ടാണ്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഞാൻ ഇതിൽ ഒന്നും ഇടണില്ല. ഇത് പൊടി മാത്രമായിട്ട് വറുത്തെടുക്കുകയാണ്. കരിഞ്ജീരകവും എള്ളും ഒന്നും ഞാനിതിൽ കൂട്ടണില്ല. കഴിക്കുമ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഇട്ടാണ്ട് കഴിക്കാം. ചെറിയ തീയിലിട്ടാണ്ട് വറുത്തെടുക്കുകയാണ്. ഇത് വെറും പൊടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് കരിയുള്ളൂ. ബ്രൗൺ കളറാവുന്നത് വരെ ഞാൻ വറുത്തെടുക്കും. ഇതിങ്ങനെ വെറുതെ വേണമെങ്കിലും കഴിക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നാളികേരമൊക്കെ കൂട്ടി വേണമെങ്കിൽ അപ്പോൾ കഴിക്കുമ്പോൾ നാളികേരത്തേക്ക് ഇതിട്ട് അങ്ങനെ എടുക്കാം. കുട്ടികളിത് വെറുതെ എടുത്ത് അങ്ങനെ കഴിക്കും. മധുരമൊന്നും ആവശ്യമില്ലല്ലോ, മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. വറുത്ത് വെച്ച അമൃതം പൊടി കൊണ്ട് ഉണ്ട ഉണ്ടാക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ള് എടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഞാൻ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എഴുതിയാണ്ട് കൂട്ടണതാണ്. വെറും നാളികേരം അമൃതം പൊടി മാത്രമായിട്ടും ഉണ്ടാക്കലുണ്ട്. അല്ലേ പിന്നെ ആ വറുത്ത് വെച്ച പൊടി വെറുതെയും കുട്ടികൾ കഴിക്കും. ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. എള്ളിതായിട്ടുണ്ട്, പൊട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഇനി ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാഷ് ഇടുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നാളികേരം ചെറുതി കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇടുകയാണ്. വറുത്ത് വെച്ച അമൃതം പൊടി ഇതിലിടുകയാണ്. പാത്രത്തിൽ തരാ. ഇത് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലിടാം. നാദം എടുത്തോ. ഇങ്ങനെ ഓരോന്നും ഉരുട്ടിയെടുക്കാം. ശർക്കരയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. മധുരത്തിന് ശർക്കരയും പഞ്ചസാരയൊന്നും ആവശ്യമില്ല. തന്നെ മധുരമുണ്ട്. അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ട റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അല്ലാതു കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അമൃതം പൊടി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ബായ്.